എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ലക്ഷ്മിയും മോഹിനിയും ജഗന്നാഥനും കൂടെ നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് മോഹിനി പറയുവാണ്, നന്ദ എന്തൊരു പിശാചാണ്, അവളെ ഞാൻ ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചതാണ്, ഞാൻ എൻ്റെ മകളെ പോലെ അവളെ സ്നേഹിച്ചതാണ്, എന്നിട്ടും അവൾ എൻ്റെ ആദ്യമോനെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തില്ലേ, എന്നിട്ടും അവൾക്കൊന്നും മതിയായില്ല, ഇത്രയും കാലം ഒളിച്ച് താമസിച്ചു സുഖമായിട്ട് വീണ്ടും ഈ കുടുംബത്തിലേക്ക് കരിനിഴൽ ബാധിക്കാൻ വേണ്ടി അവൾ വന്നിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സിലേക്ക് അവൾ എത്രയോ പെട്ടതാണ് കറുപ്പ് വാരി വിതറുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നന്ദയെ പറ്റി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. മോഹിനി പറയുവാണ്, സ്വന്തം മക്കള് പോലും അച്ഛനും അമ്മയും സ്നേഹിക്കാത്ത കാലഘട്ടമാണിത്. ആ കാലഘട്ടത്തിലാണ് അവൻ ദത്തുപുത്രനാണെന്നുള്ള കാര്യം നന്ദമോൻ അറിയുന്നത്. ഇനി അവൻ പിങ്കിയെയും ഗൗതത്തിനെയൊക്കെ സ്നേഹിക്കുമോ? ഇപ്പൊ കടിക്കുന്ന പട്ടിയെ വേടിച്ചതുപോലെ ആയി കാര്യങ്ങളെന്ന് മോഹിനി പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ് മോഹിനി, എന്തായാലും ഇത്രത്തോളം അതിനെ വളർത്തി, ഇനി നോക്കാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം ജഗന്നാഥൻ പറയുന്നുണ്ട്, ഇനി അവന്റെ മനസ്സിൽ നമ്മൾ സ്നേഹിച്ചതൊന്നും കാണത്തില്ല, അവനെ നമ്മൾ തള്ളിക്കളഞ്ഞതൊക്കെ ആയിരിക്കും അവന്റെ മനസ്സിലുണ്ടാവുക, എൻ്റെ അച്ഛനും അമ്മയും അല്ലാഞ്ഞിട്ടും അവരെന്നെ തല്ലിയില്ലേ എന്നൊക്കെ ആയിരിക്കും അവൻ വിചാരിക്കുന്നത്. ഇനി ആരെയും അവൻ ഒരിക്കലും സ്നേഹിക്കാനും പോകുന്നില്ല. അവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗൗതത്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ആ സമയം ഗൗതം പറയുവാണ്, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? എന്നിട്ട് ഗൗതം പറയുകയാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ മകൻ തന്നെയാണ്, ഞാൻ മരിക്കുന്നത് വരെ അതിലൊരു മാറ്റവും ഇല്ലെന്ന്. ആ സമയം ഇത് കേട്ട് മോഹിനി പറയുവാണ്, നമ്മൾ പറഞ്ഞതാണോ ഗൗതത്തിന് ഇഷ്ടപ്പെടാത്തെ? അവൻ കാട്ടിക്കൂട്ടുന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അവൻ സ്വന്തം ചോരയായിരുന്നുവെങ്കിൽ, നിങ്ങൾ സ്വന്തം അച്ഛനും അമ്മയും ആണെന്ന് അവൻ വിശ്വസിക്കുമായിരുന്നെങ്കിൽ ഈ ഒരു സംഭവം അറിയുമ്പോഴത്തേക്ക് നിങ്ങളെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞേനെ. അതൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എന്താ കാണിക്കുന്നത്? ബാത്റൂമിൽ കയറി വാതിലടച്ചിരിക്കുന്നു. അവൻ നിങ്ങളുടെ ആരുടെയും സങ്കടം കാണുന്നുണ്ടോ? അതാണല്ലോ ഞങ്ങളും പറഞ്ഞതെന്ന് മോഹിനി ഗൗതത്തിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ടേക്ക് നന്ദ എത്തുന്നുണ്ട്. അപ്പോ ഹോളിംഗ് ബെല്ല് കേൾക്കുന്നതായിട്ട് മോഹിനി പോയി വാതിൽ തുറക്കുമ്പോൾ നന്ദയാണ്. അപ്പോഴത്തേക്ക് നന്ദയെ കാണുമ്പോഴത്തേക്ക് മോഹിനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മോഹിനി ചോദിക്കുവാണ്, നിനക്ക് നാണമില്ലേ കുടുംബത്തിലേക്ക് കയറി വരാൻ? ഈ കുടുംബം നശിച്ചെന്ന് അറിയാനാണോ നീ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നൊക്കെ മോഹിനി ചോദിക്കുന്നുണ്ട്. സമയം നന്ദ പറയുന്നുണ്ട്, ഞാൻ അതിനൊന്നുമല്ല ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്ക് പിങ്കിയും കാണണം, അതുപോലെ തന്നെ നന്ദമോനെ ഒന്ന് കാണണം. ആ സമയം മോഹിനി പറയുവാണ്, അത് സാധിക്കത്തില്ല, നീ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നിന്നെ എല്ലാവരും കൂടെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന്, അതുകൊണ്ട് ഇറങ്ങി പൊക്കോളണമെന്ന് മോഹിനി പറയുന്നു. അന്നേരം നന്ദ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് അവരെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന്, അവരെ കണ്ട് സംസാരിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്നും പോകത്തുള്ളൂ എന്ന് നന്ദ പറയുന്നു. എന്നിട്ട് ലക്ഷ്മിയോട് നന്ദ പറയുവാണ്, അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ അമ്മയെന്ന്. ആ സമയം ലക്ഷ്മി ചോദിക്കുവാണ്, നിനക്ക് നാണമില്ലേടി എന്നെ അമ്മയെന്ന് വിളിക്കാൻ? അന്ന് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് നിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് പോകരുത് മോളെ എന്ന്. എന്നിട്ട് നീ ഞങ്ങളുടെ അതുമോനെയും കൊണ്ട് ഇവിടെ നിന്ന് പോയി, എന്നിട്ട് നീ അതിനെ കൊലയ്ക്കും കൊടുത്തില്ലേടി എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. നീ അതിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് നീ സുഖമായിട്ട് ജീവിക്കുകയല്ലായിരുന്നോ? ആ കുഞ്ഞ് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിന്നോട് ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ അതും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നീ ഇനിയും ആരുടെ ജീവന് ഇവിടെ എടുക്കാൻ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നന്ദയെ കുറ്റപ്പെടുത്തിയും നന്ദയെ ഒരുപാട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. നന്ദ അതെല്ലാം കേട്ടോണ്ട് നിൽക്കുവാണ്. എന്നിട്ട് നന്ദ ഗൗതത്തിനോട് പറയുവാണ്, ഗൗതം സാർ, ഇനി ഈ ഒരു കാര്യത്തിനേക്ക് എന്നെ ഒന്ന് വിശ്വസിക്കുമെന്ന്, ഞാനൊന്ന് അവരെ കണ്ടോട്ടെ എന്ന് ഗൗതത്തിനോട് പറയുന്നു. ഞാൻ ഇതിനൊരു പരിഹാരം കാണാം, ഞാൻ ഇത് മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ നന്ദ പറയുന്നുണ്ട്. പക്ഷെ ഈ നന്ദ പറയുന്നതൊന്നും അവരാരും കേൾക്കാൻ തയ്യാറാകുന്നതേ ഇല്ല. എന്നിട്ട് നന്ദ പറയുവാണ്, ഞാൻ പോയി കാണുമെന്ന് പറയുമ്പോഴത്തേക്ക് ഗൗതം നന്ദയെ തടയുകയാണ്. എന്നിട്ട് പറയുവാണ്, വേണ്ട, നിന്റെ ഒരു സഹായവും ഇവിടെ വേണ്ടാന്ന്. ഇവരങ്ങോട്ട് തർക്കിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് പിങ്കി എത്തുകയാണ്. അപ്പൊ പിങ്കിക്കാണെങ്കിൽ ഒട്ടും ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല നന്ദയെ കണ്ടിട്ട്. പിങ്കി ഓടി വന്ന് നന്ദയെ അങ്ങ് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിങ്കി പിടിച്ച് തള്ളുമ്പോൾ അതെല്ലാം സഹിക്കുന്നുണ്ട് നന്ദ. ആ സമയം നന്ദ പിങ്കിയോട് പറയുന്നുണ്ട്, പിങ്കി ഞാൻ നിന്നോട് ഒന്നും പറയുന്നില്ല, പക്ഷെ ഒരമ്മയുടെ വേദന എന്താണെന്ന് എനിക്കറിയാം.
അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്കറിയാം. നീ എന്നെ നന്ദമോനെ ഒന്ന് കാണാൻ അനുവദിക്കുമെന്ന് പിങ്കിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം പിങ്കി ചോദിക്കുവാണ്, ഇല്ല, നീ ഇനി എന്തിനാണ് അവനെ കാണുന്നതെന്ന് ചോദിക്കുന്നു. നീ തന്നെയല്ലേ അവന് ഒരുപാട് പ്രതീക്ഷകളൊക്കെ കൊടുത്തത്, വാനോളം ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് നീ തന്നെയല്ലേ അവനെ വീണ്ടും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തത്. അവന്റെ മനസ്സ് തളർന്നു. ഇനി അവന്റെ ശരീരവും നീ തളർത്തരുത്. അത് അവന്റെ കുറവ് കൊണ്ടാണ് അവന്റെ പാരന്റ്സ് അവനെ ഇട്ടിട്ട് പോയത്. അവനൊരു ബാഡ് ബോയ് ആയത് കൊണ്ടാണ് അവനെ കളഞ്ഞിട്ടൊക്കെ പോയത് അവന്റെ അച്ഛനമ്മ എന്നൊക്കെയാ എന്റെ കുട്ടി ഇപ്പോ പറയുന്നത്. നീ അവനെ ഒരുപാട് തളർത്തി കളഞ്ഞില്ലേ. ഇതുകൊണ്ട് നിനക്ക് എന്ത് നേട്ടമാണെന്താ നിനക്കുണ്ടായത്? എന്ത് സുഖമാ നിനക്ക് ലഭിച്ചത്? അങ്ങനെയൊക്കെ പിങ്കി ചോദിക്കുന്നുണ്ട്. ആ സമയം നന്ദ പറയുവാണ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ പിങ്കി എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതൊന്നും ഇവിടെ ആരും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ പറഞ്ഞത് ഒന്ന് കേൾക്കൂ. ഞാൻ മനഃപൂർവ്വം ഒന്നും അല്ല ഇങ്ങനെ പറഞ്ഞത്. എനിക്കൊരു തവണ അവനെ കാണാൻ ഒരു അവസരം താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിങ്കിയോട്. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഡോക്ടറല്ലേ, ഇതുപോലുള്ള അവസ്ഥകളില് ഇപ്പൊ ഉണ്ടായിട്ടുണ്ടല്ലോ, ഞാൻ അതിനെല്ലാം ഫേസും ചെയ്തിട്ടുള്ളതല്ലേ, എനിക്ക് കാണാൻ ഒരു അവസരം കൂടെ ഒന്ന് താന്ന് നന്ദ ചോദിക്കുന്നുണ്ട് പിങ്കിയോട്. അന്നേരം ലക്ഷ്മി പറയുവാണ്, വേണ്ട പിങ്കി, നീ അതിനുള്ള അവസരം അവൾക്ക് കൊടുക്കരുതെന്ന്. അത് നിന്റെ ജീവിതത്തെ തന്നെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ്, ഇല്ല, ആ ഒരു കാര്യത്തിന് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അവൻ റേസിൽ പങ്കെടുക്കാൻ അവന്റെ 2 കാലുകളും കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ സ്ഥലം വിട്ടു പോകും. അതുകൊണ്ട് അതോർത്തു നിങ്ങൾ ആരും വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. എന്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. അതാരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞാൻ നിൽക്കുന്നതുമില്ല. അതുകൊണ്ട് ഒരു തവണ എനിക്ക് അവനെ കാണാൻ നീ എന്നെ ഒന്ന് അനുവദിക്കൂ എന്നൊക്കെ പിങ്കിയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നന്ദ. ഞാൻ അവന്റെ കാലിന് ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ, ആ ഒരു പരിഗണന എനിക്ക് നീ തരണമെന്നൊക്കെ നന്ദ പറയുവാണ്. കാല് പിടിച്ച് പറയുന്ന പോലെയൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പിങ്കി ചോദിക്കുവാണ്, നീ അവനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് അവനെ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് പിങ്കി. അതിനുള്ള ഉറപ്പ് നിനക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിൽ നീ വാ എന്ന് പിങ്കി പറയുന്നുണ്ട്. അന്നേരം ഗൗതം സമ്മതിക്കുന്നില്ല. അന്നേരം ഗൗതം പറയുവാണ്, ഇല്ല പിങ്കി, അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന്. ഇവള് നമ്മുടെ നന്ദമോനെ നോക്കണ്ട എന്ന്. ആ സമയം പിങ്കി പറയുവാണ്, എന്റെ മോൻ ആ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരണം. ഈ അവസ്ഥയിൽ നിന്ന് അവനൊന്ന് റിക്കവറായി വരണം. അതിനുവേണ്ടി ഞാൻ എന്തും സഹിക്കും, ഏതറ്റം വരെയും പോകുമെന്നൊക്കെ പിങ്കി പറയുന്നുണ്ട്. ഇനി എന്നെ ആരും തടയാൻ വരണ്ടാന്ന് പിങ്കിയോട് പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ്, ഞാൻ വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്. അവന്റെ ഡോക്ടർ മാത്രമല്ല, അവന് എന്നോട് എന്തോ ഒരു ഇഷ്ടം കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് നന്ദ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അവൻ വിശ്വസിക്കും ഇപ്പോഴും. അതിനുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നന്ദമോനെ കാണാൻ എന്നൊക്കെ നന്ദ വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിക്കോ മറ്റുള്ളവർക്കൊന്നും ഇത് അംഗീകരിച്ചു കൊടുക്കാനേ പറ്റുന്നില്ല. പിന്നെ നന്ദമോൻ എങ്ങനെയെങ്കിലും ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ട് വരണം എന്നൊരു ഇതുള്ളത് കൊണ്ട് പിങ്കി സമ്മതിക്കുകയാണ് നന്ദമോനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിങ്കി നന്ദയും കൊണ്ട് റൂമിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അവിടെ ബാത്റൂമില് വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് നന്ദമോൻ. എന്നിട്ട് പിങ്കി പറയുവാണ്, മോനെ ഡോക്ടർ ആന്റി വന്നിട്ടുണ്ട്, മോൻ പുറത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദമോൻ പറയുവാണ്, ഇല്ല, ഞാൻ വരില്ല പുറത്തേക്കെന്ന് പറയുന്നുണ്ട്. ഈ സത്യങ്ങളെല്ലാം ആന്റിക്ക് അറിയായിരുന്നല്ലോ, എന്നിട്ട് ആന്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് നന്ദ ചോദിക്കുവാണ്, മോനോട് മോന്റെ ഫ്രണ്ട് ഒരു സീക്രട്ട് പറഞ്ഞിട്ട് അത് ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ മോനത് പറയുവോ? ഇല്ല, ഞാൻ അങ്ങനെ പറയുകയില്ല. അങ്ങനെ പറഞ്ഞാൽ അവന് വിഷമാകില്ലേ എന്ന് നന്ദമോൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നന്ദ പറയുവാണ്, അങ്ങനെ തന്നെയാണ് മോന്റെ പപ്പയും അമ്മയൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലെ തന്നെയാണ് മോന്റെ പപ്പയും അമ്മയും എന്നോട് ഈ രഹസ്യം പറഞ്ഞതിന് ശേഷം ആരോടും പറയരുതെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. അത് മോനോട് പറയുന്നത് തെറ്റല്ലേ, അതുകൊണ്ട് ആന്റി പറയാതിരുന്നത്. അവരാരും മോനോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, മോനെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. അന്നേരം നന്ദമോൻ പറയുകയാണ്, അവരെന്നോട് തെറ്റ് ചെയ്തു, കള്ളം പറഞ്ഞു എന്നും പപ്പ പറയും പപ്പയുടെ പൊന്നു മോനാണെന്ന്. അതുപോലെ അമ്മയും പറയും, പക്ഷെ ഞാൻ അവരുടെ മകനല്ലായിരുന്നല്ലോ. നന്ദ പറയുവാണ്, അവരെ നോക്കണ്ട, പിന്നെ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മോനോട് എന്ത് കാര്യമാണ്, മോൻ ഇങ്ങനെ ചെയ്തപ്പോ അവർക്ക് വയ്യാണ്ടായി. അപ്പോൾ നന്ദമോൻ പറയുകയാണ്, എന്നാലും ഞാൻ ഇറങ്ങി വരത്തില്ല എന്ന്. വീണ്ടും ചോദിക്കുകയാണ്, മോന്റെ സ്കൂളിലെ മോന്റെ അച്ഛൻ സ്നേഹിക്കുന്നത് പോലെ വേറെ ഏതെങ്കിലും പിള്ളേരെ അവരുടെ അച്ഛൻ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ്, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പപ്പയാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നത്. അതുപോലെ സ്നേഹിക്കുന്ന വേറെ പപ്പമാരില്ല എന്ന് നന്ദമോൻ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഗൗതത്തിന്റെ മുഖമൊക്കെ നല്ല തെളിയുന്നുണ്ട്. അതുവരെ ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ് നിന്നത്. അന്നേരം വീണ്ടും ചോദിക്കുവാണ്, മോന്റെ അമ്മയെ പോലെ മക്കളെ സ്നേഹിക്കുന്ന വേറെ അമ്മമാരെ മോൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആ സമയം പറയും, കണ്ടിട്ടുണ്ട് എന്ന് പറയും. നേരം പിങ്കിയുടെ മുഖം അങ്ങ് വല്ലാണ്ടങ്ങ് മങ്ങിപ്പോകും. പിന്നെ ആരെയാ മോൻ കണ്ടിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്
നന്ദമോൻ പറയുകയാണ്, ഗൗരിയെ ഡോക്ടർ ആന്റി സ്നേഹിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറയും. ആ സമയം നന്ദ പറയുകയാണ്, അതുപോലെ മോന്റെ അമ്മയും മോനെ സ്നേഹിക്കുന്നില്ലേ എന്ന്. ആ സമയം നന്ദമോൻ പറയുകയാണ്, അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാ ആന്റി പറഞ്ഞത്, അത്രയും അവര് മോനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവര് മോനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവനെ മോൻ വേദനിപ്പിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക്, എന്റെ കാലിന് സുഖമില്ലാത്തത് കൊണ്ട് എന്റെ പപ്പയും അമ്മയും എന്നെ ഇട്ടിട്ട് പോയത് അവർക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദ പറയുവാണ്, അങ്ങനെയല്ല, അവരേതെങ്കിലും കാരണവശാൽ പിരിഞ്ഞു പോയതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയുവാണ്, ഈ ലോകത്തെ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കുന്നത് ഗൗതവും പിങ്കിയും ആണ് മോനെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നു. മോനെ അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമാണ്, മോനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ മോനെ അവര് ഗൗതവും പിങ്കിയും ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യവും ഓമനത്വമുള്ള മകനായി കണ്ടത് മോനെയല്ലേ. മോനെ മാത്രമാണ് അങ്ങനെ കണ്ടത്. അതുകൊണ്ടല്ലേ അവര് മോനെ തന്നെ ദത്തെടുത്തത്. അല്ലെങ്കിൽ കഴിവുള്ള, കാലിന് സുഖമുള്ള നല്ലൊരു കുട്ടിയെ നമ്മൾ ദത്തെടുത്തോളാം എന്ന് അവര് പറയത്തില്ലായിരുന്നോ? മോനോളം സൗന്ദര്യമുള്ളതും കഴിവുള്ള ആരുമില്ല. ആരെയും കാണാത്തത് കൊണ്ടാണ് മോനെ തന്നെ അവര് ദത്തെടുത്തത്. അപ്പൊ മോൻ അവരെ വേദനിപ്പിക്കാൻ പാടുണ്ടോ എന്ന് നന്ദ ചോദിക്കുന്നുണ്ട്. അത് നന്ദ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഇത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.